ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ സർപ്പബലി. കക്കടാശ്ശേരി ഞാറക്കാട് റോഡിന്റെ ഭാഗമായ പുന്നമറ്റത്ത് റോഡിന്റെ പുറമ്പോക്ക് ഒഴിപ്പിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പുറമ്പോക്ക് ഭൂമി ഒഴിപ്പിച്ചത്. കക്കടാശ്ശേരി ഞാറക്കാട് റോഡിന്റെ ഭാഗമായ പടിഞ്ഞാറെ പുന്നമറ്റത്തെ റോഡ് പുറമ്പോക്ക് ഭൂമി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഒഴിപ്പിച്ചു. KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും പോത്താനിക്കാട് CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയത്. പടിഞ്ഞാറെ പുന്നമറ്റത്തെ 2.25 മീറ്റർ പുറമ്പോക്ക് ഭൂമിയാണ് ഒഴിപ്പിച്ചത്. പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച 4ഓളം സ്വകാര്യ വ്യക്തികളുടെ വീടിന്റെ മതിലുകൾ പൊളിച്ചുമാറ്റി. റോഡ് വികസനത്തിന്റെ ഭാഗമായി പുറമ്പോക്ക് ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും പ്രദേശത്തെ പുറമ്പോക്ക് കൈവശക്കാരും മറ്റ് സ്വകാര്യ വ്യക്തികളും മാസങ്ങൾക്ക് മുൻപേ കൈവശ ഭൂമി വിട്ടുനൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പുറമ്പോക്ക് ഏറ്റെടുക്കലിനെതിരെ പടിഞ്ഞാറേച്ചാലിൽ ഷാജഹാൻ, PM റൈഹാൻ, മുസ്തഫ, മുഹമ്മദ് ഹസൻ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനെതിരെ കക്കടാശ്ശേരി ഞാറക്കാട് റോഡ് വികസന സമിതി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പുറമ്പോക്ക് ഒഴിപ്പിക്കുവാൻ KSTPക്ക് വീണ്ടും ഉത്തരവ് നൽകിയത്. പുറമ്പോക്ക് ഭൂമി ലഭ്യമായതോടെ അപകടകരമായ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് കക്കടാശ്ശേരി ഞാറക്കാട് റോഡ് വികസന സമിതി ചെയർമാൻ ഷിബു ഐസക്, കൺവീനർ എൽദോസ് പുത്തൻപുര എന്നിവർ പറഞ്ഞു. കക്കടാശ്ശേരി ഞാറക്കാട് റോഡിൻ്റെ പുറമ്പോക്കുകൾ റോഡിൻ്റെ ഭാഗമാക്കുക എന്നുള്ളൊരു ഹൈക്കോടതി ഉത്തരവ് സമിതി ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് സമ്പാദിക്കുകയുണ്ടായി. ഇത് പ്രകാരം ഓൾമോസ്റ്റ് എല്ലാ പുറമ്പോക്കുകളും തന്നെ റോഡിൻ്റെ ഭാഗമാകുകയുണ്ടായി. എന്നാൽ ഈ ഭാഗത്ത് വന്നപ്പോൾ 4 കുടുംബങ്ങൾ ഇതിനെതിരെ നിൽക്കുകയും തുടർന്ന് സമിതി ഹൈക്കോടതിയിൽ പോവുകയും ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഹൈക്കോടതി 3 മാസത്തിനകം ഈ പുറമ്പോക്കുകൾ റോഡിൻ്റെ ഭാഗമാണ് എന്നുള്ള ഉത്തരവിടുകയും ചെയ്തു. ഇത് പ്രകാരം ഇന്ന് KSTP ഈ റോഡിൻ്റെ ഈ പുറമ്പോക്ക് ഏകദേശം 2.25 മീറ്ററോളം അകത്തേക്ക് കയറിയിട്ടുള്ള പുറമ്പോക്ക് റോഡിൻ്റെ ഭാഗമാക്കുകയാണ്. ഇതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ശക്തമായിരുന്ന വെള്ളക്കെട്ടും അതേപോലെ തന്നെ റോഡിൻ്റെ വീതി കൂടുതലും എല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് ഈ കക്കടാശ്ശേരി ഞാറക്കാട് റോഡിൻ്റെ ഒരു തുടക്ക ഭാഗമായ ഇവിടെ അപകടങ്ങൾ കുറയുകയും റോഡ് ഏറ്റവും നല്ലതും വെള്ളക്കെട്ടില്ലാത്തതായി മാറുകയും ചെയ്യും. പുറമ്പോക്ക് ഒഴിപ്പിച്ചതോടെ കക്കടാശ്ശേരി ഞാറക്കാട് റോഡിന്റെ ഭാഗമായ പടിഞ്ഞാറെ പുന്നമറ്റത്ത് കൊടുംവളവും വെള്ളക്കെട്ടും മൂലമുണ്ടാകുന്ന അപകട സാധ്യത ഒഴിവാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.